മൂന്നാറിൽ വ്യാജരേഖയുണ്ടാക്കി വ്യാപക തട്ടിപ്പ് നടന്നെന്ന് ഹൈക്കോടതി. പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിലടക്കം വീഴ്ചയെന്നും കോടതി. മൂന്നാർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസർ വേണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നു എന്നാണ് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ശരിവെക്കുന്നത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്വാതി, മൂന്നാറിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ ഉള്ള ആളെ വേണം സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാൻ എന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരെ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. നേരത്തെ പട്ടയം നൽകിയതിന്റെ വസ്തുതകളെ കുറിച്ച് അന്വേഷണം നടത്തണം. റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യാജ പട്ടയങ്ങളിൽ സർക്കാർ സീൽ വെച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. അതുപോലെ വ്യാജ പട്ടയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും അതുകൊണ്ട് സ്പെഷ്യൽ ഓഫീസറെ എത്രയും വേഗം നിയമിക്കണം എന്നും കോടതി പറയുന്നു. മറ്റൊന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന് ജനങ്ങൾ നശിപ്പിച്ചു എന്നാണ്. അതുപോലെ മൂന്നാർ പഞ്ചായത്തിൽ ഒരു നില കെട്ടിടത്തിന് മാത്രം അനുമതി നൽകുകയും എന്നാൽ ഇപ്പോൾ ബഹുനില കെട്ടിടം പണിയുകയും ചെയ്യുന്നുണ്ട് എന്ന പരാതിയുണ്ട്. ഈ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഡെപ്യൂട്ടി കളക്ടർ മനോജ് കെട്ടിട നിർമ്മാണത്തിന് NOC നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടുത്തയാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് സർക്കാർ ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആദ്യം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കൂ, അതിനുശേഷം പരിഗണിക്കാം ഈ വിഷയമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അടുത്ത ആഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൂന്നാറിൽ വ്യാജരേഖയുണ്ടാക്കി വ്യാപക തട്ടിപ്പ് നടന്നെന്ന് ഹൈക്കോടതി. പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിലടക്കം വീഴ്ചയെന്നും കോടതി. ഇക്കാര്യത്തിൽ കോടതി ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് ഇപ്പോൾ നൽകിയത്.